ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിജോയുടെ മുറിയിൽ മേശപ്പുറത്ത് നിരത്തിയിട്ട കത്തുകൾ മറിച്ചു നോക്കി ചിന്താക്കുഴപ്പത്തിൽപ്പെട്ട് നിൽക്കുകയായിരുന്നു 3 പേരും. മുന്നിലുള്ള കടങ്കഥയ്ക്ക് ഒരു ഉത്തരം കണ്ടെത്താനുള്ള വഴി ആരുടെയും മനസ്സിലേയും തെളിയുന്നില്ല. നീ പിന്നീട് ഷെറിൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചില്ലേ മോളെ? അലീന ദേവതിക്കുട്ടിയോട് ചോദിച്ചു. കുറേ പ്രാവശ്യം വിളിച്ചു നോക്കിയതാ, വേറെ ആരെങ്കിലും ആ ഫോൺ എടുക്കുന്നേ. ഷെറിൻ ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് കളയും, അവൾ പറഞ്ഞു. അത് പിന്നെ ആരായാലും അങ്ങനല്ലേ ചെയ്യൂ, ഇവളത് മുഴുവൻ കുളമാക്കി വെച്ചിരിക്കുവല്ലേ. രോഹിത് രേവതിക്കുട്ടിയെ കുറ്റപ്പെടുത്തി. ഈ പൊട്ടൻ ചെറുക്കൻ ഇതെന്തറിഞ്ഞിട്ടായി പറയണേ? രേവതിക്കുട്ടിക്ക് ദേഷ്യം വന്നു. പൊട്ടൻ നിന്റെ അച്ഛൻ. രോഹിത് അഭിമാനത്തിന് മുറിവേറ്റ പോലെ മുറുമുറുത്തു. എൻ്റെ അച്ഛനിപ്പോൾ ബാലചന്ദ്രൻ മേനോൻ എന്നൊരാളാണ്. ആ മഹാനെ മാത്രമേ ഞാൻ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളൂ. അത് പൊട്ടനാണെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. രേവതിക്കുട്ടി ആഹ്ലാദത്തോടെ തട്ടിവിട്ടു. എൻ്റെ രോഹിത്തെ, നിനക്ക് വല്ല കാര്യമുണ്ടോ ഇവളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ? അലീന അവനെ ശാസിച്ചു. രോഹിത് രേവതിക്കുട്ടിയെ ഉഗ്രമായി ഒന്ന് നോക്കിക്കൊണ്ട് തൽക്കാലം മടങ്ങി. ഈ പ്രശ്നത്തിൽ ആണുങ്ങൾ ഇടപെട്ടാലേ എന്തെങ്കിലും നടക്കൂ. പുനലൂർ പോയി വല്ല ജോർജിലോ മറ്റോ താമസിച്ചുകൊണ്ട് ആ വീട്ടുകാരുടെ ടൈം ടേബിൾ പഠിക്കണം. എന്നിട്ട് പ്രായമായവരോ പെണ്ണുങ്ങളോ മാത്രം ആ വീട്ടിലുണ്ടാകുന്ന സമയം നോട്ട് ചെയ്ത് ആ സമയത്ത് പോസ്റ്റ്മാൻ്റെയോ ലൈൻമാൻ്റെയോ വേഷം കെട്ടി അവിടെ ചെല്ലണം. കുറച്ച് സാഹസം വേണ്ടി വരും, രോഹിത് പറഞ്ഞു. സാഹസം കാണിക്കാൻ ഇയാൾ കൊള്ളാം, ജന്മനാ വീരനാണല്ലോ. രേവതിക്കുട്ടി കളിയാക്കി. അലീന ചേച്ചി ഇത് കേട്ടല്ലോ, ഇവരല്ലേ കുഴപ്പമുണ്ടാക്കുന്നേ? രോഹിത് ആവലാതിപ്പെട്ടു. രേവതിക്കുട്ടി, ഒരുപാട് വിളച്ചിൽ വേണ്ട കേട്ടോ, അലീന ശകാരിച്ചു. ഓ നിർത്തി, അല്ലെങ്കിലും ആങ്ങളെ കളിയാക്കുന്നത് പെങ്ങൾക്ക് പിടിക്കില്ലല്ലോ, രേവതിക്കുട്ടി ദ്വയാർത്ഥത്തിൽ പറഞ്ഞു. അലീന താക്കിതിൻ്റെ ഒരു നേട്ടം നോക്കി. നിർത്തിയെന്ന് പറഞ്ഞല്ലോ, ഇനി എന്തിനാ നോക്കി പേടിപ്പിക്കുന്നേ? നമുക്കൊരു കാര്യം ചെയ്യാം. അലീന വിഷയത്തിലേക്ക് വന്നു. ഞാൻ പോയിട്ട് എന്തായാലും തിരിച്ചു വരുമല്ലോ, അപ്പോഴും രോഹിത്തിനെ കൊണ്ടുവരാം. എന്നിട്ട് ഇവനെ കൊണ്ടൊരു അന്വേഷണം നടത്തിപ്പിക്കാം. നമ്മൾ 2 പേരും പുറകിൽ നിന്നാൽ മതി. അതിനു മുൻപ് ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കിയാലോ, രേവതിക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഇതിനെ കൊണ്ട് തൊടിയിക്കല്ലേ അലീന ചേച്ചി, നശിപ്പിക്കും. അപ്പോഴേക്കും ഗ്രേസമ്മ വാതിക്കലേക്ക് വന്നു. രംഗം ആകെ ഒന്ന് വീക്ഷിച്ചു. ഇവിടെ എന്താ പരിപാടി? കുറേ നേരമായല്ലോ 3 പേരും കൂടി ഊതി ഇതിനകത്ത് കയറിയിട്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കായിരുന്നു ആൻറ്റി, ഷെറിൻ ചേച്ചിയുടെ കുട്ടിയെപ്പറ്റി രഹസ്യം അറിയാൻ എന്താ മാർഗം എന്ന് അലീന പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ധൃതി പിടിച്ചാൽ ഒന്നും നടക്കില്ല ആൻറ്റി, സാവകാശം വേണം. എന്നാൽ അതവിടെ നിർത്തിയിട്ട് 3 പേരും വന്ന് ചായ കഴിച്ചിട്ട് പോകാനൊരുങ്ങ്. അങ്കിളിന് ക്ലബിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു, മറന്നോ? യോ മറന്നിട്ടില്ല, ഞങ്ങളെപ്പോഴേ റെഡിയാ, രേവതിക്കുട്ടി ആവേശത്തോടെ പറഞ്ഞു. 5 മണിക്ക് അവർ ക്ലബിലെത്തി. റെസ്റ്റോറൻറ്റിൽ ഇനിയും തിരക്കാരംഭിച്ചിട്ടില്ല. മെനു കാർഡ് നോക്കി ഓരോരുത്തർ അവർക്കിഷ്ടമുള്ള വിഭവങ്ങൾ ഓർഡർ ചെയ്തു. ഞാനൊരു ആപ്പിൾറ്റൈസർ അടിച്ചിട്ട് വരാം, മാമച്ചൻ പറഞ്ഞു. അങ്കിളെ, രേവതിക്കുട്ടി വിളിച്ചു. അതിലൊരു മുന്നറിയിപ്പുണ്ട്, അളവ് തെറ്റിക്കില്ല പോരെ? ഞാൻ ബില്ല് നോക്കുമേ. ക്ലബിൽ നിന്ന് മടങ്ങുമ്പോൾ 9 മണിയായി. വീട്ടിലെത്തിയ ഉടൻ അലീന പാലയ്ക്ക് ഫോൺ ചെയ്തു. മറുവശത്ത് കൃഷ്ണജയാണ് അറ്റൻഡ് ചെയ്തത്. നീ ഉറങ്ങിയായിരുന്നോടി? അലീന ചോദിച്ചു. ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കുക. അച്ഛനെവിടെ? മോളിലുണ്ട്. ബബിതയോ? ഇവിടെ നിൽപ്പുണ്ട്, അവൾക്ക് കൊടുക്ക്. ബബിത ലൈനിൽ വന്നു. ഹലോ. യാതൊരു സൗമ്യവും തൊട്ട് തീണ്ടാത്ത ശബ്ദം. നീ എവിടെ? എന്തു ചെയ്യുകയാ? ആരാണെന്ന് മനസ്സിലായില്ല. അറിയാഞ്ഞിട്ടൊന്നുമല്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പരിഭവമാണ്. നീ വല്ലതും കഴിച്ചോ? ഓ കഴിച്ചു. അച്ഛന് കൊടുത്തോ? ഓ കൊടുത്തു. അച്ഛൻ മരുന്ന് കഴിച്ചോന്ന് ചോദിക്കണം? ഓ ചോദിക്കാം. കിടക്കുന്നതിന് മുമ്പ് വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് ഒന്നുകൂടി നോക്കണം. അച്ഛൻ അതൊന്നും നോക്കില്ല. ഓ നോക്കാം. അവളുടെ പരിഭവം തീരുന്നില്ല. അതുകൊണ്ട് ആണ് എല്ലാറ്റിനും ഒരന്യഭാവത്തിൽ ഓ എന്ന അലസ പ്രതികരണം. നിനക്ക് എന്തു പറ്റി ബബിതേ? ഓ എനിക്കെന്തു പറ്റാൻ, ഞങ്ങൾ നാളെ രാവിലെ അങ്ങോട്ട് വരുന്നുണ്ട്. ഓ വരുന്നുണ്ടോ? ഞാൻ ഓർത്തു ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്ന്. വന്നില്ലെങ്കിലും ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഡ്രസ്സൊക്കെ ഞാൻ അലക്കുന്നുണ്ട്, ചോറും കറിയും വെക്കുന്നുണ്ട്, അടുക്കളയും വീടും മുറ്റമൊക്കെ വൃത്തിയാക്കണമെന്നുണ്ട്, അച്ഛൻ്റെയും കൃഷ്ണമോളുടെയും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരു കുറവുമില്ല ഇവിടെ. അല്ലെങ്കിലും അച്ഛനും അനുജത്തിയും എൻ്റേതാണല്ലോ. എൻ്റെ ബബിതേ, ഇപ്പോഴെൻ്റെ കൈയെത്തുമായിരുന്നെങ്കിൽ നിൻ്റെ ചെവി പിടിച്ച് ഞാൻ പൊന്നാക്കിയേനെ. ഇങ്ങനെയുണ്ടോ ഒരു വാശി? പറഞ്ഞതിലും ഒരു ദിവസമല്ലേ ഞാൻ കൂടുതലെടുത്തുള്ളൂ, അതും അച്ഛനോട് സമ്മതം ചോദിച്ചിട്ടല്ലേ. അച്ഛൻ്റെ സമ്മതം മാത്രം മതിയല്ലേ? ഞാനിവിടെ വന്നിട്ട് നിന്നോട് സംസാരിക്കാം. ഇപ്പോൾ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങുക കേട്ടോ. ഗുഡ് നൈറ്റ്. അലീന ഫോൺ ഓഫാക്കിയിട്ട് ഫോൺ രേവതിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അയ്യോ, ഇങ്ങനൊരു പെണ്ണ്, അടുക്കാനും വയ്യ അകലാനും വയ്യ. ഇന്ന് രാവിലെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെല്ലാതിരുന്നതിൻ്റെ പിണക്കമാ. അലീന ചേച്ചിയുടെ അടുത്ത് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായോ? രേവതിക്കുട്ടി ചോദിച്ചു. എത്രയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അവളുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല.
ഒരു കണക്കിൽ കഷ്ടം ഉണ്ട് ചേച്ചിയുടെ കാര്യം. ഇത്രയും നാൾ എല്ലാവരുടെയും കുത്തുവാക്കും ഉപദ്രവവും സഹിച്ച് അവിടെ നിന്നും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലല്ലോ. എനിക്ക് അവരുടെയൊക്കെ സ്നേഹം കിട്ടിയല്ലോ. അവരെല്ലാം നല്ല കുട്ടികളായില്ലേ? അത് മതി എനിക്ക്. ഇനി എല്ലാം വിധി പോലെ വരട്ടെ. അലീന അങ്ങനെ സമാധാനിക്കാൻ ശ്രമിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ പുറപ്പെടാൻ നേരം മാമച്ചനും ഗ്രേസമ്മയും അലീനയെ സമീപിച്ച് അവരുടെ ഭാവി കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു. ഞങ്ങൾ എവിടെയെങ്കിലും നിനക്ക് വേണ്ടി ഒരു ജോലി നോക്കി വെക്കണോ? പക്ഷേ വരുമെന്നേറ്റാൽ വരണം. അന്നത്തെ പോലെ ഇടയ്ക്ക് കാല് മാറിക്കളയരുത്. അങ്കിളെ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതിയോ? വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ അവിടെ നിന്ന് പോരാതിരിക്കാനാണ് എനിക്കിഷ്ടം, അലീന പറഞ്ഞു. അതിന് മേനോൻ്റെ ഭാര്യ സമ്മതിക്കണ്ടേ? ഗ്രേസമ്മ ചോദിച്ചു. എന്തെങ്കിലും ഒരു മനമാറ്റം ഉണ്ടായെങ്കിലോ? ശരി, നീ അവിടെ ചെന്നിട്ട് വിളിക്ക്. അച്ഛൻ ഇതിനകം എനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല, അലീന പറഞ്ഞു. രോഹിത്തിനെയും അലീനയും ബസ് സ്റ്റാൻഡിൽ എത്തിക്കാൻ മാമച്ചനോടൊപ്പം ഗ്രേസമ്മയും പോവുകയുണ്ടായി. നിങ്ങൾ പോയി കഴിയുമ്പോൾ പ്രശ്നം 3-4 ദിവസം ഒച്ചയും ബഹളം ഒക്കെയായി ഇരുന്നിട്ട് ഇനിയിപ്പം വീട് ഉറങ്ങിയതുപോലെയാകും, ഗ്രേസമ്മ പറഞ്ഞു. ഇവളൊരുത്തി മതിയല്ലേ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കാൻ, രേവതിക്കുട്ടി ചൂണ്ടി രോഹിത്ത് പറഞ്ഞു. അവൾ പക്ഷേ ഒട്ടും പ്രകോപിതയായില്ല. അലീനയും രോഹിത്തും പോകുന്നതിൻ്റെ വിഷാദത്തിലായിരുന്നു അവൾ. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ വാശിയും വഴക്കും തീർന്നില്ലേ? ഗ്രേസമ്മ ചോദിച്ചു. ഞാൻ ആരോടും വഴക്കിട്ടുമില്ല, പിണങ്ങിയുമില്ല, രേവതിക്കുട്ടി പറഞ്ഞു. കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യാത്ത പട്ടിയുടെ വായിൽ കമ്പിട്ട് കുത്തി കടിപ്പിക്കുകയും കുറിപ്പിക്കുകയും ചെയ്തു. ഇപ്പം അതിന് നല്ല ശൗര്യം. അലീനയും ഗ്രേസമ്മയും രോഹിത്തിനെ നോക്കി ചിരിച്ചു. അയ്യോടി, എത്ര നല്ല തമാശയാണെന്ന് അറിഞ്ഞില്ല ഇത്രയ്ക്ക് ഇളിക്കാൻ. അവൾ പറഞ്ഞത് തമാശയല്ല, സത്യമാ. അലീന രേവതിക്കുട്ടിയുടെ പക്ഷം ചേർന്നു. സത്യമാണെന്ന് രോഹിത്തിനും അറിയാം. അവൻ പെൺകുട്ടികളെ കണ്ടിരുന്ന വേറെ 2 കണ്ണുകളിലൂടെയാണ്. അവൻ്റെ കണ്ണുകളിൽ അവരുടെ ചലനങ്ങളും വചനങ്ങളും ഭാവങ്ങളും കാമമോഹിതങ്ങളായിരുന്നു. വികാരസാഗരം അലയടിക്കുന്ന കാന്ത കണ്ണുകളും ചുംബനം കൊതിക്കുന്ന ചുണ്ടുകളും പുരുഷൻ്റെ നാനാതരം വീക്ഷണങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അവയവ പുഷ്ടിയുള്ള മനോഹര ജീവികൾ. അവരുടെ പുഞ്ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം ഇണചേരാനുള്ള ക്ഷണമാണെന്ന് അവൻ ധരിച്ചിരുന്നു. ഇപ്പോൾ 2 പെൺകുട്ടികൾ അതെല്ലാം തകിടം മറിച്ചിരിക്കുന്നു. അവർ നല്ല സുഹൃത്തുക്കളും ബുദ്ധിയും വിവേകമുള്ളവരും ജീവിതത്തെക്കുറിച്ച് സ്വന്തമായ കാഴ്ചപ്പാടുള്ളവരും ആത്മാർത്ഥതയും അർപ്പണബോധമുള്ളവരുമാണെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. ബസ് വരുമ്പോൾ ഞങ്ങൾ കയറി പൊക്കോളാം. നിങ്ങളിവിടെ വെറുതെ കാത്തു നിൽക്കണ്ട, അലീന പറഞ്ഞു. കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ പൊയ്ക്കോളാം, മാമച്ചൻ പറഞ്ഞു. കാറിൽ കയറും മുമ്പ് രേവതിക്കുട്ടി രോഹിത്തിൻ്റെ നേർക്ക് കൈ നീട്ടി. ഒന്ന് സംശയിച്ച ശേഷം അവനും കൈ നീട്ടി. ഒരു ഷേക്ക് ഹാൻഡ്. 2 പേരും പരസ്പരം പുഞ്ചിരിച്ചു. മാമച്ചനും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കാറിൽ കയറിയപ്പോൾ നമുക്ക് ഏതെങ്കിലും ബസ് പിടിക്കാം, രോഹിത്ത് പറഞ്ഞു. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേ, അലീന ചോദിച്ചു. സീറ്റ്സ് ആണോ? അത് മാത്രം മതിയോ? 3-4 ദിവസം നമ്മൾ ആഘോഷിച്ചിട്ട് കഴിഞ്ഞല്ലേ? എന്നിട്ട് തിരികെ ചെല്ലുമ്പോൾ വീട്ടിലിരിക്കണവർക്ക് ആ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കണ്ടേ? നിന്നെ ഇതൊക്കെ ഇനി പഠിപ്പിക്കണോ? അലീന ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ രോഹിത്തിനെയും വിളിച്ചു കയറ്റി ടെക്സ്റ്റൈൽസ് ഷോപ്പിലേക്ക് പോയി. നിൻ്റെ അനുജത്തിമാർക്ക് നീ ഇതിനു മുമ്പ് എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്? ഞാനെന്ത് വാങ്ങിക്കൊടുക്കാനാ? അവരെനിക്കല്ലേ വാങ്ങിത്തരേണ്ടത്? അവരുടെ ഒരേയൊരു ആങ്ങളയല്ലേ ഞാൻ. കൊള്ളാം, നല്ല ആങ്ങള. അലീന അവനെ റെഡിമെയ്ഡ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചുരിദാറും ലാച്ചയും മാക്സിയും ഒക്കെ അലീന തിരയുന്നത് കണ്ട് രോഹിത്ത് ചോദിച്ചു. ഇതിനൊക്കെ ഒരുപാട് പൈസയാവില്ലേ? പൈസ മുടക്കണം. നീ ബീറ് കുടിച്ച് എത്ര രൂപ കളഞ്ഞിട്ടുണ്ട്? ഹോട്ടലിൽ കയറി ഇഷ്ടമുള്ള ആഹാരം വാങ്ങി കഴിച്ച് എത്ര രൂപ കളഞ്ഞിട്ടുണ്ട്? അതുപോലെ തന്നെ കൂട്ടുകാരോടൊപ്പം വാഗമണ്ണിലും വീഴാപ്പൂഞ്ചിറയിലും കുട്ടിക്കാനത്തും വൺ ഡേ പിക്നിക്ക് പോയി എത്ര പൈസ ചെലവഴിച്ചിട്ടുണ്ട്? മൈ ഗോഡ്, ഇതൊക്കെ ചേച്ചി എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും അമ്മയുടെ പേഴ്സിൽ നിന്നും പെട്ടിയിൽ നിന്നും ഒക്കെ കാശടിച്ചു മാറ്റിയല്ലേ ആഡംബരം കാണിച്ചുകൊണ്ടിരുന്നേ. ഇപ്പോൾ പൊന്നുമോനൊരു കാര്യം ചെയ്യ്, കുറച്ച് രൂപ അനുജത്തിമാർക്ക് വേണ്ടിയും ചിലവാക്ക്. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ കടം തരാം. രോഹിത്തിനെ കൊണ്ട് ബബിതയ്ക്കൊരു സൽവാറും കമ്മീസും കൃഷ്ണജിക്ക് ഒരു ലാച്ചയും ബാലേന്ദ്രമേനോന് ഒരു ഷർട്ടും വാങ്ങിപ്പിച്ച് അലീന അടങ്ങിയുള്ളൂ. പ്ലാസ്റ്റിക് ക്യാരി ബാഗുമായി കടയിൽ നിന്നിറങ്ങുമ്പോൾ അലീന അവനോട് പറഞ്ഞു, അച്ഛനും അമ്മയും പെൺമക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത് അവരുടെ കടമയായിട്ടേ വരൂ. അതേസമയം ആങ്ങളെ പെങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് എന്തും സമ്മാനമാണ്. അവർക്കത് കിട്ടുമ്പോഴത്തെ സന്തോഷം അഭിമാനവും വേറെ ആര് വാങ്ങിക്കൊടുത്താലും കിട്ടില്ല. പക്ഷേ ഈ ആങ്ങളമാർക്കൊന്നും അതറിയാനും വയ്യ. രോഹിത് വിസ്മയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അലീന ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ചേച്ചിക്ക് ആങ്ങളമാരില്ലല്ലോ. ഇല്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ വില അറിയാവുന്നത്, അലീന പറഞ്ഞു. ഉച്ചയോടെ 2 പേരും കടപ്പാട്ടൂരെ വീട്ടിലെത്തി. വീട് അടച്ചിട്ടിരിക്കുകയാണ്.
ബബിതയും കൃഷ്ണയും സ്കൂളിൽ പോയിരിക്കുകയാണെന്നും മനസ്സിലായി. അവർ വന്ന അതേ ഓട്ടോയിൽ തന്നെ രോഹിത് ജ്വല്ലറിയിൽ ചെന്ന് ബാലേന്ദ്രമേനോനെ കണ്ട് താക്കോൽ വാങ്ങിക്കൊണ്ടുവന്നു. വൈകുന്നേരം ബബിതയും കൃഷ്ണജിയും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി. അലീനയെയും രോഹിത്തിനെയും കണ്ടിട്ട് രണ്ടുപേരും സന്തോഷമൊന്നും പ്രകടിപ്പിക്കാതെ സാധാരണ മട്ടിലാണ് പെരുമാറിയത്. കൃഷ്ണ ബബിതയ്ക്ക് അവൾ തിരിച്ചെത്താൻ വൈകിയതിൻ്റെ കെറിവ് കൃഷ്ണജയും ബബിതയും തമ്മിൽ അക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. ഒടുവിൽ രോഹിത് അവർക്ക് വേണ്ടി വാങ്ങിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തതോടെ രണ്ടുപേരുടെയും മുഖത്തെ മുറുക്കം അയഞ്ഞു. ബബിത മുറിയിൽ പോയി സൽവാറും കമ്മീസും അണിഞ്ഞു വന്നു. അവൾക്ക് പാകമായിരുന്നു. കൃഷ്ണജിക്ക് വേണ്ടി വാങ്ങിയത് അവൾക്ക് കുറെ കൂടി ഇണങ്ങി. ഇതാരുടെ സെലക്ഷൻ അലീന ചേച്ചി? ബബിത ഇതുവരെ മുഖം വീർപ്പിച്ചതിൻ്റെ ചെറിയ ചമ്മലോടെ ചോദിച്ചു. നിനക്കിഷ്ടപ്പെട്ടോ? പറ. അതുകൊണ്ടല്ലേ ചോദിച്ചേ. രോഹിത്തിൻ്റെ സെലക്ഷനാ. അവനാ വാങ്ങിയത്, നിങ്ങളെ ഒന്ന് അത്ഭുതപ്പെടുത്താൻ വേണ്ടി. പിന്നെ ഇന്ന് വരെ ഞങ്ങൾക്കൊരു കർച്ചീഫ് പോലും വാങ്ങിത്തരാത്ത ആളാ. പൈസ മുടക്കിയത് രോഹിത്തേട്ടനാണെന്നും വേണമെങ്കിൽ സമ്മതിച്ചേക്കാം. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഇത് വാങ്ങാൻ നിർബന്ധിച്ചതും സെലക്ട് ചെയ്തതും അലീന ചേച്ചിയാണെന്ന് ഞാൻ ബെറ്റുവയ്ക്കാം, ബബിത തർക്കിച്ചു. കണ്ടോ ചേച്ചി, എൻ്റെ പോക്കറ്റ് കാലിയാക്കിയത് മിച്ചം. ക്രെഡിറ്റ് മുഴുവൻ അലീന ചേച്ചിക്ക്. മുഴുവനും അലീന ചേച്ചിക്ക് കൊടുക്കണമല്ല, പകുതി. ബബിത രോഹിത്തിന് ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചു. ആരും പറയാതെ ഇനി നിങ്ങൾക്ക് രോഹിത് വാങ്ങിത്തരാൻ പോകുന്ന ഗിഫ്റ്റുകൾ ആദ്യത്തെ ഗഡുവാണിത്. അപ്പോഴാ അലീന ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും അലീന ചേച്ചിയോട് മിണ്ടാതിരുന്നെന്ന് വിചാരിച്ചിരുന്നതാ, കൃഷ്ണജ വെളിപ്പെടുത്തി. അമ്പടി കേമി, നിങ്ങളും മിണ്ടിയില്ലെങ്കിൽ എൻ്റെ പൂച്ച പട്ടിണി കിടന്നേനെ. നിനക്ക് ലാച്ച ഇഷ്ടപ്പെട്ടോ? അത് പറ. കൃഷ്ണജ നീലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒന്ന് വട്ടം കറങ്ങി. കൊള്ളാം. മനസ്സിലെ സന്തോഷവും തൃപ്തിയും അടക്കി പിടിച്ച് കൃഷ്ണജ ഒഴുക്കമെട്ടിൽ പറഞ്ഞു. ഓ, കാശിന് കൊള്ളില്ലെന്ന് പറഞ്ഞില്ലല്ലോ. താങ്ക്സ്, രോഹിത് പറഞ്ഞു. നല്ലതാ രോഹിയേട്ടാ. അവൾക്കത് പറയാനൊരു കുറച്ചിൽ. ബബിത രോഹിത്തിനെ പിന്താങ്ങി. ഇനി ഞങ്ങളുടെ യാത്രാവിവരണമൊന്ന് കേൾക്കട്ടെ. ബബിത ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നു. അരികെ കൃഷ്ണജിയും സ്ഥാനം പിടിച്ചു. രോഹിത് എല്ലാം വിസ്തരിച്ചു പറയും. അപ്പോഴേക്ക് ഞാൻ ചായ ഉണ്ടാക്കാം. പെൺകുട്ടികളുടെ മുമ്പിൽ രോഹിത്തിനെ പിടിച്ചിരുത്തിയിട്ട് അലീന കിച്ചണിലേക്ക് നീങ്ങി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ തിരിച്ചു വന്ന് ബബിതയുടെ മുമ്പിൽ നിന്നു. ഒരു കാര്യം പറയാൻ വിട്ടു. ഞാൻ കരുതിയത് ഞങ്ങളും തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ ഈ വീട് കമ്പോസ്റ്റ് കുഴി പോലെയാക്കി കാണുമെന്നാണ്. പക്ഷേ മുറ്റത്ത് കയറിയപ്പോഴേ മനസ്സിലായി, ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് എല്ലായിടവും തൂത്ത് തുടച്ച് എല്ലാം അടുക്കി പിറക്കി സൂക്ഷിച്ചിരിക്കുന്നു. പ്രത്യേകം കിച്ചൺ. അതിന് 100-ൽ 100 മാർക്കം തന്നിരിക്കുന്നു. രണ്ടുപേരും കൂടി പങ്കിട്ടെടുത്തോളണം. 75 എനിക്ക്, 25 നിനക്ക്. ബബിത കൃഷ്ണജയുമായി മാർക്ക് പങ്കിട്ട് കഴിഞ്ഞു. 50-50 കൃഷ്ണജ തർക്കിച്ചു. 60-40 ഓക്കെ. അലീന ചേച്ചിയോടുള്ള വാശിക്ക് ചെയ്തതാണ് ഞങ്ങൾ, കൃഷ്ണജ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം വീട് നീറ്റായിട്ട് സൂക്ഷിക്കണമെന്നൊക്കെ. എന്നിട്ടാണ് സ്വന്തം മുറി പോലും വേണ്ട പോലെ ശ്രദ്ധിക്കാതെ കണ്ടതൊക്കെ അങ്ങും ഇങ്ങും വലിച്ചൊരു വിതറി ഇടാറുള്ളത്. അത്രയും ആഡംബരം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ, ബബിത ചിരിയോടെ പറഞ്ഞു. അലീന ചായ ഇടാനായി കിച്ചണിലേക്ക് പോയി. രോഹിത് ബബിതയോടും കൃഷ്ണജിയോടും എറണാകുളം വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. 9 മണിക്ക് ബാലേന്ദ്രമേനോൻ വന്നു. അലീനയാണ് വാതിൽ തുറന്നു കൊടുത്തത്. അയാൾ അല്പസമയം അവളുടെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ എന്താ കണ്ടിട്ടില്ലാത്ത മട്ടിൽ? അലീന ആശ്ചര്യപ്പെട്ടു. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായതുപോലെ. എനിക്ക് അച്ഛനെ ഇന്ന് രാവിലെ കണ്ടതുപോലെയാ തോന്നുന്നേ. അലീന ചിരിച്ചു. എന്താ വരാൻ വൈകിയത്? അവിടെ ജോലിയൊക്കെ ശരിയാക്കാൻ വേണ്ടിയാണോ ഒരു ദിവസം കൂടി താമസിപ്പിച്ചത്? ജോലിയുടെ കാര്യമൊക്കെ അച്ഛൻ ശരിയാക്കിക്കൊള്ളുമെന്നല്ലേ പറഞ്ഞിരുന്നേ? അച്ഛൻ നോക്കിയിട്ട് ഒരിടത്തും ഒന്നും ശരിയായില്ലേ? ഞാനൊരിടത്ത് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കൺഫേം ആയിട്ടില്ല. അവിടെ തന്നെ കിട്ടുമെന്ന എൻ്റെ പ്രതീക്ഷ. എവിടെയാച്ചാ? കുളത്തുപുഴ, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. അലീന സംശയത്തോടെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് ബാലചന്ദ്രമേനോൻ പറഞ്ഞു. നമുക്ക് അതേപ്പറ്റി പിന്നീട് സംസാരിക്കാം. സസ്പെൻസ് ആണോ അച്ഛാ? അലീന ചിരിയോടെ ചോദിച്ചു. ഭയങ്കര സസ്പെൻസാണ്, ബാലേന്ദ്രൻ പറഞ്ഞു. അതേ ചിരിയോടെ മറുപടിയും കൊടുത്തു. അപ്പോൾ അച്ഛൻ കുളത്തുപുഴയ്ക്ക് പോയത് എനിക്ക് വേണ്ടിയായിരുന്നു അല്ലേ? ഒക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ? അതുവരെ ആരോടും ഒന്നും പറയണ്ട. ബാലേന്ദ്രൻ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് പോയി. അലീന രോഹിത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ്റെ ഷർട്ട് കൊണ്ടുവന്ന് കൊടുക്ക്. അത് അലീന ചേച്ചി കൊടുത്താൽ മതി. നീ വാങ്ങിയ ഷർട്ട് നീ തന്നെയല്ലേ കൊടുക്കേണ്ടത്? ഞാൻ വാങ്ങിയതാണെന്ന് ചേച്ചി പറഞ്ഞാൽ മതി. നിനക്കെന്താ കൊടുക്കാൻ ഇത്ര മടി? എനിക്കൊരു ചമ്മലാ ചേച്ചി. അല്ലെങ്കിലും ഭയങ്കര ബോറല്ലേ? കൊല്ലന് മൊട്ട് സ്വിച്ച് സമ്മാനം കൊടുക്കുന്ന പോലെ ടെക്സ്റ്റൈൽ സോപ്പുള്ള നമ്മുടെ അച്ഛന് ഷർട്ട്. അതെല്ലാം നിൻ്റെ ദുരഭിമാനം കൊണ്ട് തോന്നുന്നതാ. ഇനിയുള്ള കാലങ്ങളിൽ നീ അച്ഛന് വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടി വരും? അച്ഛന് പ്രായം ചെന്നു വയ്യാതാകുമ്പോൾ നീയല്ലേ ഉള്ളൂ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനും വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കാനും.
രോഹിത് മടിച്ച് ഷർട്ടുമായി മുകളിലേക്ക് പോയി. ബാലേന്ദ്രൻ വേഷം മാറുകയായിരുന്നു. അപ്പോൾ ഒരു ലുങ്കിയും ബനിയനും ധരിച്ചിട്ടുണ്ട്. അച്ഛാ, ഇത് കൊള്ളാമെന്നൊന്ന് നോക്കി. രോഹിത് ഷർട്ട് അച്ഛൻ്റെ നേർക്ക് നീട്ടി. ബാലേന്ദ്രൻ വിസ്മയം പൂണ്ടു. നീ എന്നെ ഷർട്ട് കാണിക്കാറില്ലല്ലോ. നിന്റെ ഇഷ്ടത്തിനല്ലേ സെലക്ട് ചെയ്യാറ്? ഇതെൻ്റെ ഷർട്ടല്ല, അച്ഛന് വേണ്ടി വാങ്ങിയതാ. ആര് വാങ്ങി? അലീനയോ? അലീന ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, എന്നാലും വാങ്ങിച്ചത് ഞാനാ. നീ എനിക്ക് വേണ്ടി ഷർട്ട് വാങ്ങിയോ? ബാലേന്ദ്രൻ അതിശയം കൊണ്ട് ചിരിച്ചുപോയി. ഇതെവിടുന്നാ? എറണാകുളത്തുനിന്ന്. അത് കൊള്ളാമല്ലോ, നോക്കട്ടെ. ബാലേന്ദ്രൻ ഷർട്ട് വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി. സാവധാനം അതിൻ്റെ പാക്കിംഗ് അഴിച്ചു മാറ്റി ബട്ടൺസ് വിടർത്തി അലമാരയുടെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ഷർട്ട് ധരിച്ചു. കോളറൊക്കെ പിടിച്ച് ശരിയാക്കിയിട്ടിട്ട് അയാൾ മകൻ്റെ മുമ്പിൽ വന്നു നിന്നു. എങ്ങനെയുണ്ടടാ? കൊള്ളാം, അച്ഛന് നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു 3 വയസ്സ് കുറഞ്ഞെന്നൊരു സംശയം. എൻ്റെ അളവൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അത് അലീന ചേച്ചി പറഞ്ഞു തന്നു. ഒരു കള്ളച്ചിരിയോടെ ബാലേന്ദ്രൻ മകനെ നോക്കി. എന്തു പറ്റി എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ തോന്നാൻ? രോഹിത്തിനൊരു ചമ്മൽ തോന്നി. എങ്കിലും അച്ഛൻ സന്തുഷ്ടനും സംപ്രീതനുമാണെന്ന് അവന് മനസ്സിലായി. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബാലേന്ദ്രൻ ചോദിച്ചു. നന്നായിരുന്നു. നീ ഹാപ്പിയാണോ? രോഹിത് തലകുലുക്കി. തൻ്റെ മകൻ സന്തോഷവാനാണെന്ന് അയാൾ കണ്ടു. കുനിഞ്ഞ ശിരസോടെ അവൻ നിൽക്കുന്നത്. അവൻ്റെ മുഖത്ത് നവോന്മേഷം കളിയാടുന്നു. അവൻ്റെ കണ്ണിൽ ആത്മവിശ്വാസത്തിൻ്റെ തിളക്കം. അവരൊക്കെ നിന്നോട് നല്ല പെരുമാറ്റമായിരുന്നു? അതേ അച്ഛാ, അവരുടെ ഒരു ബന്ധുവിനെ പോലെ എന്നെ കണ്ടത്. അതെല്ലാം എനിക്ക് നേടിത്തന്നത് ഒരേ ഒരാളാണ്. ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പെൺകുട്ടി. അതെപ്പോഴും ഓർത്തോളണം. എനിക്ക് ഓർമ്മയുണ്ടച്ചാ. ശരി, ഈ ഷർട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇത് നന്നായിട്ടുണ്ട്. അവൻ തിരികെ താഴെ ഇറങ്ങി വന്നു. അലീനയോട് ആഹ്ലാദത്തോടെ പറഞ്ഞു. അച്ഛന് ഷർട്ട് ഇഷ്ടമായി, എന്നോട് പറഞ്ഞു. ഇപ്പം നിനക്ക് മനസ്സിലായോ? സമ്മാനങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തവരല്ല എത്ര വലിയവനായാലും ചെറിയവനായാലും സമ്മാനത്തിൻ്റെ വിലയോ ഭംഗിയോ അല്ല പ്രാധാന്യം. അത് കൊടുക്കുന്നയാളിൻ്റെ മനസ്സിൻ്റെ വലുപ്പമാണ്. അലീന ബാലചന്ദ്രനോടുള്ള ലെമൺ ടീ കപ്പിലേക്ക് പകരുന്നതിനിടയിൽ പറഞ്ഞു. എന്നിട്ട് ബബിതയെ വിളിച്ചു. ഇത് അച്ഛന് കൊണ്ടുപോയി കൊടുക്കുക. അത് അലീന ചേച്ചി തന്നെ കൊണ്ട് കൊടുത്തേക്ക്, ബബിത അലസമട്ടിൽ പറഞ്ഞു. ഞാൻ എറണാകുളത്ത് പോയപ്പോൾ നീയല്ലേ ഇതെല്ലാം ചെയ്തത്? പിന്നെന്താ? അതെല്ലാം വെറും ടെമ്പററി സർവീസ് മാത്രം. അതിനു മുൻപ് ചേച്ചിയുടെ ഡ്യൂട്ടി ആയിരുന്നല്ലോ. എൻ്റെ ഡ്യൂട്ടി ഏകദേശം കഴിയാറായി. ഇനി എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ? ഞാൻ ചെയ്തു തരുന്നതൊക്കെ ഇനി നിങ്ങൾ തനിയെ ചെയ്യേണ്ടി വരും. എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ വരുന്നത് വരെയെങ്കിലും. ബബിതയുടെ മുഖം മാടി. അവൾ ഒന്നും മിണ്ടാതെ കപ്പെടുത്ത് മുകളിലേക്ക് പോയി തിരിച്ചു വന്നു. നേരെ അവളുടെ മുറിയിലേക്ക് കയറി പോവുകയും ചെയ്തു. ബാലചന്ദ്രൻ മേനോൻ അത്താഴം കഴിക്കാൻ വന്നപ്പോൾ അലീന രോഹിത്തിൻ്റെ പഠിപ്പിൻ്റെ കാര്യം തിരക്കി. അവിടെ ഇനി പഠിക്കാൻ വലിയ ഇരുമ്പേറ്റി കിടന്ന് ബെൻസ് കാർ കോൺക്രീറ്റ് റോഡിലൂടെ വേഗം കുറച്ച് നീങ്ങി. ഉദ്യാനത്തെ ചുറ്റിപ്പറ്റിയുള്ള പാതയിലൂടെ അത് ബംഗ്ലാവിൻ്റെ മുറ്റത്തെത്തി. ഡ്രൈവർ ബൈജു കാർ പോർച്ചിൽ വണ്ടി കയറ്റി നിർത്തിയിട്ട് ഇറങ്ങി വന്നു. ബാക്ക് ഡോർ തുറന്നു പിടിച്ചു. അവധക്കുട്ടിച്ചായൻ സാവധാനം സീറ്റിൽ നിന്നിറങ്ങി. അയാളുടെ വാക്കിംഗ് സ്റ്റിക്ക് ബൈജു എടുത്തു കൊടുത്തു. നായകൾ കൂടുകളിൽ കിടന്ന് കുറച്ച് ബഹളം വെച്ചു. നായ്ക്കൾ ശാന്തമായി. അവധക്കുട്ടിച്ചായൻ നോക്കുമ്പോൾ സ്റ്റാൻലി 2 ഭീമൻ നായ്ക്കളോടൊപ്പം സിറ്റൗട്ടിലേക്ക് കടന്നു വരികയായിരുന്നു. വാക്കിംഗ് സ്റ്റിക്ക് ഊന്നി കയറി ചെന്ന അവധിക്കുട്ടിച്ചായൻ പെട്ടെന്ന് നിന്നു. പേടിക്കേണ്ട, എല്ലാവരും പരിചയക്കാരാ, സ്റ്റാൻലി നായ്ക്കളെ നോക്കിയിട്ട് പറഞ്ഞു. പുതിയത് വല്ലതും ഉണ്ടോ എന്നറിയില്ലല്ലോ, അതാ ഒരു സംശയിച്ചേ. പുതിയതൊക്കെ കൂട്ടിലാണ്. സ്റ്റാൻലി അവധക്കുട്ടിച്ചായനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു കസേരയിലിരുത്തി. അപ്പച്ചൻ വരുന്ന വഴിക്ക് അഞ്ചലിൽ കയറിയോ? വീട്ടിൽ ഇല്ല. നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങും തങ്ങാതെ വിട്ടുപോന്നു. അപ്പച്ചന് കുടിക്കാൻ എന്താ? ബ്രാൻഡി, വിസ്കി, വോഡ്ക, റം? ഏതാ? ബ്രാൻഡി ആയിക്കോട്ടെ. സ്റ്റാൻലി ഗ്ലാസുകളും മദ്യക്കുപ്പികളും തണുപ്പിച്ച സോഡയും വെള്ളവും എടുത്തുകൊണ്ടുവന്ന് ടീപ്പോയ്ക്ക് മേൽ വെച്ചു. ശകലം മതി കേട്ടോ, പഴയതുപോലൊന്നും താങ്ങാനുള്ള ശേഷിയില്ല ശരീരത്തിന്. സോഡ ഒഴിക്കേണ്ട, വെള്ളം മതി, അവധിക്കുട്ടിച്ചായൻ നിർദ്ദേശിച്ചു. സ്റ്റാൻലി അതെല്ലാം വേണ്ടവിധം പകർന്ന് അവധിക്കുട്ടിച്ചായൻ്റെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്തു. നിറഞ്ഞ ഒരു ഗ്ലാസ് സ്റ്റാൻലിയുടെ കയ്യിലും എടുത്തു. നീ ഏതു സമയത്തും കുടി തന്നെയാണോ? അതിനൊരു കുറവുമില്ലേ? അവധിക്കുട്ടിച്ചായൻ ചോദിച്ചു. അങ്ങനെ എല്ലാ സമയത്തുമില്ല. ഉറങ്ങുമ്പോൾ കുടിക്കത്തില്ലായിരിക്കും. ഇല്ലാടോ. സ്റ്റാൻലി അത് കേട്ട് ചിരിച്ചു. ഇന്ന് ഞാൻ തീരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. അപ്പച്ചനോട് സംസാരിക്കാനുള്ളത് കൊണ്ടാ. ആഹാ, പറ. നീ എന്താ ഇത്ര അത്യാവശ്യമായിട്ട് കാർ അയച്ച് എന്നെ വിളിപ്പിച്ചേ? അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാ. നിനക്കെന്താ സംസാരിക്കാനുള്ളത്? അപ്പച്ചൻ തൊണ്ട നനച്ചാട്ടെ. അവധിക്കുട്ടിച്ചായൻ ഒറ്റ വലിക്ക് ഗ്ലാസ് കാലിയാക്കി ടീപ്പോയ്മേൽ വെച്ചു. കുറച്ച് പഴയ കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചു വെക്കാതെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അല്ലെങ്കിൽ അപ്പച്ചനെ ഈ വയസ്സുകാലത്ത് ഇങ്ങോട്ട് വരുത്തി ബുദ്ധിമുട്ടിപ്പിക്കണമായിരുന്നു. ഞാൻ അങ്ങോട്ട് വന്നേനെ. അത് കുട്ടിച്ചായൻ മകനെ സൂക്ഷിച്ചു നോക്കി. നീ ചോദിക്കേ. 23 വർഷം മുൻപ് വൈജയന്തി എന്നൊരു പെണ്ണുമായി ഞാൻ സ്നേഹത്തിലായിരുന്ന വിവരം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ. കുറേ നാൾ അവൾ എന്നോടൊപ്പം ആഗ്രയിലെ ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയുമായിരുന്നു. ഇതെല്ലാം നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? അവധക്കുട്ടിച്ചായൻ നിസ്സാര മട്ടിൽ പറഞ്ഞു. നമുക്ക് പറ്റില്ലായിരുന്നു ആ ബന്ധം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നിന്നെ എതിർത്തു. വൈജയന്തിയുമായിട്ടുള്ള കല്യാണം നടത്തിത്തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനിടയിൽ നിനക്ക് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലുമായി. നീ ആശുപത്രിയിൽ നിന്നിറങ്ങി അവളെ അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും അവൾ വേറെ കല്യാണം കഴിച്ച് അവളുടെ വഴിക്ക് പോയി. ഇതല്ലായിരുന്നു സംഭവം. ഇതിനിടയിൽ ഞാനറിയാത്ത ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പച്ച. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കുമ്പോൾ നിങ്ങളും വൈജയന്തിയുടെ വീട്ടുകാരും കൂടി ഒത്തുചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. ഞാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനാ തീരുമാനിച്ചതെന്ന് വൈജയന്തിയെ ധരിപ്പിച്ച് എൻ്റെ കല്യാണത്തെ കുറി വ്യാജമായി അച്ചടിപ്പിച്ച് അവളുടെ മുന്നിൽ കൊണ്ടുപോയി കാണിച്ചു. ശരിയല്ലേ? അവധക്കുട്ടിച്ചായൻ ചുണ്ടു കോണിച്ചൊന്ന് ചിരിച്ചു. അതൊക്കെ നിൻ്റെയും ആ പെണ്ണിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാ. 10-24 കൊല്ലം മുമ്പ് നടന്നതിൻ്റെയൊക്കെ കണക്കെടുത്തിട്ട് ഇപ്പം നീ എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല. അന്ന് ചില സംഗതികളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി അറിയണം. വൈജയന്തി അന്ന് നെയ്യാറ്റിൻകരയിലുള്ള ആശുപത്രിയിൽ വെച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു കാണും. ഗർഭിണിയല്ലായിരുന്നോ? പക്ഷേ ചാവിള്ളയായിരുന്നെന്നാ കേട്ടതല്ല കേൾപ്പിച്ചത് എന്ന് പറ. അവൾ പ്രസവിച്ചത് ജീവനുള്ള കുഞ്ഞിനെ തന്നെയായിരുന്നു. നിങ്ങൾ 2 വീട്ടുകാരും കൂടി അവതരിപ്പിച്ച നാടകത്തിൽ അന്ന് ആ കുഞ്ഞിന് വേഷമൊന്നും ഇല്ലാതിരുന്നെങ്കിലും ഇപ്പോൾ പഴയ നടീനടന്മാരെ തേടി അവൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഏത് വേഷം കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ മതി. അവധിക്കുട്ടിച്ചായൻ്റെ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ ചെറുതായി നോട്ടം തുറച്ചു. അപ്പച്ചന് വിശ്വാസം വരുന്നില്ലല്ലേ? ജീവനോടെയുണ്ട് അവൾ എൻ്റെ മകളാണെന്ന് അറിയാവുന്നവരുമുണ്ട്. അന്ന് അത് ഏത് ഓർഫനേജിലേക്കാണോ അവളെ ദാനം ചെയ്തത് ഓർമ്മയുണ്ടോ? അവധക്കുട്ടിച്ചായൻ പതറിപ്പോയിരുന്നു. അയാൾ ഗ്ലാസ് മുന്നോട്ട് നീക്കി വെച്ചു. ഒരെണ്ണം കൂടി ഒഴിക്കാം. ആദ്യം ഇത് പറ. ഏത് ഓർഫനേജിലാണ് കൊടുത്തത്? നമ്മളല്ല കൊടുത്തത്. ആൾക്കാരാ പെണ്ണിൻ്റെ. ആയിക്കോട്ടെ, എവിടെയാണെന്ന് അറിയാമായിരുന്നോ? ആ കഴക്കൂട്ടത്തോ മറ്റോ ഒരു അനാഥശാലയിലേക്കായിരുന്നു. സ്നേഹനികേതം ആയിരിക്കും, ഓർക്കുന്നില്ല. ശരി, ഞാൻ എന്ത് ചെയ്യണം? നാടകം റീവൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അന്നത്തെ നടീനടന്മാരൊക്കെ ഇന്ന് പല തട്ടകങ്ങളിലാണ്. കുട്ടിയെ ജനിപ്പിക്കാൻ വയ്യ. ഇത്രയൊക്കെ ചെയ്ത അപ്പച്ചൻ ഒരു തീരുമാനം കൂടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. സ്റ്റാൻലി അവധക്കുട്ടിച്ചായൻ്റെ ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു.